നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം സച്ചിയെ വിളിച്ചോണ്ട് രേവതി പോയി. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പേടിക്കണേ? അല്ലെങ്കിലും എല്ലാവരും പോവേണ്ടവരൊക്കെ പോയി. ഇനി തനിക്ക് ധൈര്യമായിട്ട് പോകാം വീട്ടിലേക്ക്. ഇനിയിപ്പോൾ ആരുടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് ശ്രുതി നേരെ ബീരാൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ബീരാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദേ ബീരാനെ, ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. രേവതി സച്ചിയും പോയി. എല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബീരാൻ പറഞ്ഞു, അപ്പോൾ എനിക്കിനി സന്തോഷമായിട്ട് എൻ്റെ അനന്തരൻ്റെ അടുത്തേക്ക് പോകാമല്ലോ അല്ലേ? അതിനെന്താ? അതെ, ഇപ്പം തന്നെ ഞാനും ഇറങ്ങുക. അതിന് ശേഷം ഒരു കാര്യം ചെയ്യുക, ഓട്ടോടത്തിലേക്ക് പോരെ. ധൈര്യമായിട്ട് അവിടെ വന്ന എല്ലാവരോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുവോ എന്ത് വേണം ചെയ്തോ. ഇനിയിപ്പോൾ ആരും കാണുമെന്നുള്ളൊരു ഭയവും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബീരാൻ പറഞ്ഞു, ശരിക്കും കുറച്ച് സമയമായിട്ട് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ച് അവിടെ നിന്നെന്നറിയോ? എൻ്റെ വിഷമം എനിക്കറിയുള്ളൂ. എൻ്റെ അനന്തരവൻ്റെ വിവാഹം നേരെ ജോബി എന്ന് കാണാനോ അവരൊന്ന് അനുഗ്രഹിക്കാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശ്രുതി പറഞ്ഞു, പോട്ടെ, ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബീരാൻ പറഞ്ഞു, എല്ലാത്തിനും നീ ഒരു ഒറ്റ എല്ലാത്തിനും കാരണം. എങ്ങാനും ആ സച്ചിയുടെയും രേവതിയുടെയും അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരുടെ എങ്ങാനും കൺമുന്നിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ മിക്കവാറും അവർ വല്ല സ്റ്റേഷനിലും കയറ്റിയാനും ആൾമാറാട്ടത്തിന്. ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചില്ലോ. എങ്ങാനും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചോ, ഞാൻ എന്ത് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളെക്കാളും വലിയ അവസ്ഥയിലാണ് ഞാൻ ഇത്ര സമയം നിന്നത്. ഓരോ നിമിഷം പേടിച്ച് വരച്ചാൽ എങ്ങാനും ഇനിയിപ്പം കൺമുന്നിൽ പോയി നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം എന്താവുമെന്ന് ഓർത്തിട്ട് ഇനിയിപ്പോൾ സമാധാനമായെന്ന് പറഞ്ഞു. അത് കേട്ടതും ബീരാൻ പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അങ്ങനെ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേങ്കിൽ സച്ചിയെ രേവതിയെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് ദക്ഷിണ കൊടുക്കണമെന്നോ അങ്ങനെ ചില ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ മാളുവിനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം സച്ചിൻ രേവതിയും കാരണമാണ് മാളുവിൻ്റെ ഫെബിൻ്റെയും വിവാഹം ഇത്ര ഗംഭീരമായിട്ട് നടന്നത് പോലും. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സച്ചിൻ രേവതിയും പോയി രണ്ട് വീട്ടുകാരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മാളു വീട്ടിലേക്ക് തിരികെ വരത്തുമില്ലായിരുന്നു. ഈ വിവാഹം ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫെബിനോട് പറഞ്ഞു, നമുക്ക് സച്ചിൻ്റെ രേവതി ചേച്ചൻ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? സച്ചിൻ രേവതിയും നോക്കണം, അവിടെയെങ്കിലും കണ്ടില്ല. ആ സമയത്ത് അശോകൻ അങ്ങോട്ടേക്ക് അശോകനോട് മാളു കാര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് സച്ചിൻ്റെ രേവതി ചേച്ചിയുടെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കണം, അവരിങ്ങോട്ടേക്കൊന്ന് വിളിക്കുമോയെന്ന് ചോദിച്ചു. പിന്നെ അവരോടൊപ്പം നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസും കൂടി എടുക്കാണ്ടെന്ന് പറഞ്ഞു. അശോകൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാൻ പോളേന്ന് പറഞ്ഞു. അശോകന് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം സ്വന്തം മകൻ്റെ സ്ഥാനം അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന സച്ചിയാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. സച്ചിക്ക് അങ്ങനെയൊന്നുമില്ലായിരുന്നു. കാരണം അശോകനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ജീവനാണ്. കുഞ്ഞുനാളിലെ മുതൽ അറിയുന്നതാണല്ലോ തൻ്റെ കുടുംബത്തിലൊരു കല്യാണം. അമ്മാതിരിയായിരുന്നു സച്ചി എല്ലാത്തിനും ഓടി നടന്നിരുന്നേ. അങ്ങനെ അശോകൻ അവിടെയെല്ലാം നോക്കിക്കഴിയുമ്പോൾ സച്ചിനെ കണ്ടില്ല. ഇതെവിടെ പോയി സച്ചി എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അശോകൻ എന്ത് ചെയ്തു? സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സച്ചി ഇതെവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അത് പിന്നെ അങ്കിളെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. പോയിക്കൊണ്ടിരിക്കണം എങ്ങോട്ട്? അത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പോവാനായിട്ടോ? അത് പാടില്ല. രേവതി മോൾ എന്തിയെ? മോളിൽ നിന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും രേവതിയുടെ ഈ ഫോൺ കൊടുത്തു സച്ചി. അത് മോളെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞു. എന്തിനാ അങ്കളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. അതല്ല, മാളുവിനെ കാണണമെന്ന് പറഞ്ഞു. കാണാനോ? അതെ, രണ്ടുപേരുടെയും കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണമെന്നൊക്കെ മാളു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വാ. അല്ല, അത് വേണോ അങ്കളെ? ഞങ്ങളിനി അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാകത്തില്ല. മോളെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ വന്നേ മതിയാവുള്ളൂ. ഇതേ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, അറിയാലോ മാളുവിൻ്റെ കാര്യം. മാളു ഫെബിനും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തു നിൽക്കണേന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് വേണം അവർക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കോള് കട്ട് ചെയ്തിട്ട് സച്ചിയേട്ടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു 5 മിനിറ്റത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. സച്ചി പറഞ്ഞു, എനിക്ക് 100 വട്ടം സമ്മതമാണ്. നീ എന്നെ പിടിച്ചു വലിച്ച പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു. ഇത്ര പേടിക്കേണ്ട കാര്യം എന്താ രേവതി? പിന്നെ സച്ചിയാണ് ഇതൊക്കെ പറയാം, എൻ്റെ അവസ്ഥ എനിക്കേ അറിയുള്ളൂ. സച്ചിയാണ് ഇത് എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണേ? സച്ചിയോടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും അവിടെ സച്ചിയേടൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ എല്ലാവരും അച്ഛനും അമ്മയും ഉൾപ്പെടെ സച്ചിയേടനെ കുറ്റപ്പെടുത്തുള്ളൂ. സച്ചിയേടൻ എടുത്തിയാടി ഒരു തീരുമാനം എടുത്താണ്. വെറുതെ നമ്മളായിട്ട് എന്തിനാ എവിടെ പോയാലും ഒരു പ്രശ്നത്തിന് വഴിതെളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സച്ചിയേടനോട് പറഞ്ഞ് അവിടെ നിൽക്കേണ്ട, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ്. ഇവിടെ സച്ചി പറഞ്ഞു, ശരി ശരി, എന്താണെങ്കിലും അശോകനങ്ങൾ വിളിച്ചല്ലേ, നമുക്ക് ചെല്ലാന്ന് പറഞ്ഞു.
അവർ രണ്ടുപേരും കൂടെ മണ്ഡപത്തിലേക്ക് തിരികെ വരുവാണ്. ഈ സമയത്ത് ശ്രുതി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ശ്രുതി ഭയങ്കര സന്തോഷത്തോടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് മീരയെ വിളിക്കുന്നുണ്ട്. മീരയെ വിളിച്ചിട്ട് താനെ ബീരാനെ കണ്ട കാര്യം എല്ലാം പറയണം. അപ്പോഴേക്കും മീര പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ലോട്ടറി അടിച്ച പോലെയാണല്ലോ. അവിടെ എങ്ങാനും വെച്ച് നിന്റെ വീട്ടുകാരെങ്ങാനും ബീരാനെ കണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേനും, നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നേനും. പിന്നെ നിനക്കതങ്ങൾ പറയാം, നിനക്ക് സന്തോഷമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീര പറഞ്ഞു, ഞാനിതിനാ സന്തോഷിക്കണേ. എടി ഞാനിവിടെ ആണെങ്കിൽ മുള്ളേന്ന് നിൽക്കുന്ന പോലെ നിന്നെ നിനക്കറിയാലോ. എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. മീര പറഞ്ഞു, ഭാഗ്യം നിൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് നിന്നെ കടാക്ഷിച്ചേ. അല്ലെങ്കിലോ ആ സച്ചിയുടെയും രേവതിയുടെ മുന്നിലൊന്ന് പെട്ടുപോയിട്ടുണ്ടെന്ന് ഓർത്തു നോക്കാൻ പറഞ്ഞു. ഈ സമയം സച്ചിയും രേവതിയും കൂടെ ഓട്ടോടത്തിന് അങ്ങോട്ടേക്ക് വരുവാണ്. രേവതി സച്ചിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സച്ചേട്ടാ ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോയേക്കല്ല, അറിയാലോ നമ്മൾ അവരെ അനുഗ്രഹിക്കാൻ വന്നതാണ്. അപ്പോൾ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു ഓക്കെ സമ്മതിച്ചെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബീരാൻ എന്ത് ചെയ്തു, ഭയങ്കര സന്തോഷത്തോട് വിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് വരുവാണ്. കാരണം അവരെ ഇതുമായിട്ട് അനുഗ്രഹിച്ചില്ല, അവരുടെ ഇപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബീരാൻ്റെ മനസ്സിൽ. അങ്ങനെ ബീരാൻ അങ്ങ് നടന്നു വരുമ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബന്ധുക്കാർ ബീരാൻ സംസാരിക്കുന്നുണ്ട്. എത്ര സമയമായി വന്നപ്പോൾ ഒന്ന് കണ്ടാണല്ലോ, ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ജയരാജനെ നീയും. അത് പിന്നെ എന്ത് പറയാനാ, എനിക്ക് അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാത്തിനും ഞാൻ വേണ്ടി ഓടി നടക്കാനായിട്ട്. പിന്നെ അറിയാലോ ആളിയെന്നെ ഇപ്പോൾ ഓടി നടക്കാൻ പറ്റുമോ, ആ സമയത്ത് ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തുനിന്ന് വരാനൊന്നും പറ്റാത്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വീരാന് മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് വരിക. ഈ സമയത്ത് സച്ചിൻ രേവതി എന്ത് ചെയ്തു, അശോകൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അശോകനെ അവരെയും കൂട്ടിക്കൊണ്ട് ഫെബിൻ്റെ മാളവികയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് സച്ചിയുടെയും രേവതിയുടെ. രേവതിക്ക് സച്ചിക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് ബീരാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബീരാൻ കണ്ടില്ല സച്ചിയും രേവതിയും. ബീരാൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് മാറി അവിടെ ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേവതിയെ കാഴ്ച കാണുന്നത്, സച്ചിയേട്ട ഇതെങ്ങ് നോക്ക്, ഇത് ആരാ നോക്കാൻ പറഞ്ഞു. സച്ചിയും കണ്ടു, ബീരാനെ കണ്ടു. ഒരു നിമിഷം സച്ചിൻ ഞെട്ടിപ്പോയി. ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേന്ന് ചോദിച്ചു. അതെ, ഇതെന്താ ഇയാൾക്ക് ഇവിടെ കാര്യം? കാരണം ഇളയച്ചനെന്ന് പറഞ്ഞാൽ ഈ വേഷത്തിലായിരുന്നില്ല, പക്ഷെ ഇപ്പോഴെന്താ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ആർക്കും കൂടി വിശ്വസിക്കാൻ പറ്റി പോലുമില്ല. ആ സമയത്ത് അശോകൻ ബീരാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ ഭയങ്കര സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അശോകൻ അങ്ങനെ അറിയാവോ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. സച്ചിൻ രേവതിയും കൂടെ അശോകൻ്റെ അടുത്തേക്ക് വന്നു. അശോകൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അശോകൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞില്ല ഒരാളെ, ഇപ്പോഴതിനുള്ള സമയം എത്തിയത്. ഇതാരാന്ന് മനസ്സിലായോ? ഇത് ജയരാജ്, ഫെബിൻ്റെ അമ്മാവനാന്ന് പറഞ്ഞു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ല, ഞെട്ടി നിൽക്കുകയാണ് ബീരാന. അതുപോലെ തന്നെ സച്ചിൻ രേവതി അവരൊട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ലല്ലോ. ഇങ്ങനെയിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് താണു പോയാൽ മതി എന്ന് ഓർത്തായി പോയി ബീരാന. കാരണം ഇത്ര സമയം വലിയ ബിൽഡപ്പൊക്കെ ഇട്ട് മാറി നിന്നാണ്, പിടിക്കപ്പെടില്ലെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നു പോയത്. ഇനി എന്ത് ചെയ്യണം, നിൽക്കണോ ഓടണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണാനായിട്ട് പോകുന്ന ഒരു കാര്യം ഉറപ്പായി, കൈ എവിടെ തൂക്കിയെടുത്തുകൊണ്ട് പോകും സച്ചിൻ രേവതിയും കൂടെ ബീരാനെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാനായിട്ട്. ഇനിയിപ്പോൾ ശ്രുതിക്ക് അധിക ദിവസമൊന്നും ആ വീട്ടിൽ വാഴാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.